ഹലോ ഗൈസ്, ഒരു പനി പിടിച്ച് എന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഈ പനി ഉണ്ടല്ലോ, ഉള്ളവൻ ഇല്ലാത്തവന്റെ അണ്ണാക്കിലോട്ട് എന്ന് കയറരുത്, ഇല്ലാത്തവൻ ചെന്ന് ഉള്ളവന്റെ അണ്ണാക്കിലും ചെന്ന് വീഴരുത്. ഒരാഴ്ച ഞാൻ ചത്ത് കിടക്കുമായിരുന്നു, എന്റെ ഒരാഴ്ച ഈ പനി കൊണ്ടുപോയി. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല വിന്റർ ഓഫർ പറഞ്ഞുതരാം, എങ്ങനെ നിങ്ങൾക്ക് ഒരു ഐഫോണും BMW വിൻ ചെയ്യാന്നുള്ളത്. എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടോണം. 1600 കോടി രൂപ കയ്യിലെടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു പെന്റ് ഹൗസ് തരും. കാർ പാർക്കിംഗ് ആണോ? അല്ല, പൈസ മുടക്കണ്ട ഇല്ലയോ? പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് ഇല്ലയോ പോകുന്നത്? അപ്പൊ കാർ പാർക്കിംഗ് ആണോ? 1600 കോടിയോ? ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടി ഇപ്പോഴും ജെട്ടി വരെ റോൾ ചെയ്താ ഇടുന്നത് ഞങ്ങളോടോ. സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് ഞാൻ രാത്രി കഴിക്കുന്ന ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇതൊക്കെ. ഫ്രൂട്ട്സ് ഐറ്റംസോ? എന്നിട്ട് എനിക്കില്ല മറ്റേത് ഓർമ്മയായിരുന്നു. സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് ഞാൻ രാത്രി കഴിക്കുന്ന ഫ്രൂട്ട്സ്. അറിയാൻ പറ്റുമോ? ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, പുള്ളിയുടെ സെൽഫ് കെയർ തന്നെ നോക്കുന്നത്. സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയാൻ പറ്റുമോ? ഒരു ബനാന ഞാലിപ്പൂവൻ പഴം കട്ട് ചെയ്തത്, അതുപോലെ ആപ്പിൾ വൃത്തിയാക്കി കട്ട് ചെയ്യുന്നത്, അതുപോലെ ഉണക്കമുന്തിരിങ്ങ കഴുകി വൃത്തിയാക്കിയത്, ഒരു 3 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ ഓറഞ്ചും ഇളക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു, ബൈ ബൈ. അങ്ങനെ എങ്ങനെ സംസാരിച്ചാലും അങ്ങേരുടെ കാര്യം തന്നെ നോക്കുന്നു. അങ്ങേർക്ക് ഭാവിയിൽ അതുകൊണ്ട് നല്ലതേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ സ്കിന്നിന് വേണ്ടി കെയർ ചെയ്യാറുണ്ട്. ഇതാണ് സംസാരം. ഇനിയുണ്ടോ ചോദ്യം? ആ കൊച്ചു മടുത്തു, അതിനെ പിന്നെ എന്തിനാ നിർബന്ധിച്ച് ചോദിപ്പിക്കാൻ നിൽക്കുന്നത്? അത് മടുത്തു, അത് മൊത്തത്തിൽ മടുത്തു. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ഇനി ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് മടുത്ത് നിർത്തുന്നത്. എന്നിട്ട് പിന്നെ പുറകെ ഒന്നുകൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ, കഷ്ടമുണ്ട്, അതുകൂടെ ചോദിക്കും പ്ലീസ്. ചേട്ടന്റെ പേരെന്താ? എന്നെ എന്റെ അമ്മ മോനെ വിളിക്കും. ഞാൻ എന്തോന്ന് വിളിക്കാറുണ്ട്. എന്റെ കൂട്ടുകാരനെ ഡാ എന്ന് വിളിക്കാറുണ്ട്, ഞാൻ വിളിയേക്കാറുണ്ട്. ചിലരെന്നെ കൈലാഷ് എന്ന് വിളിക്കാറുണ്ട്, ഞാൻ വിളിയേക്കാറുണ്ട്. അങ്ങനെ അവരാണ് നമ്മളുടെ പേരുകൾ തീരുമാനിക്കപ്പെടുന്നത്. ചോദിച്ച ചോദ്യം തീരെ വേണ്ടാത്തൊരെണ്ണമായിരുന്നു, കൊടുത്ത ആൻസർ ആർക്കും വേണ്ടാത്തൊരെണ്ണമായിരുന്നു. പിന്നല്ല, എന്നോട് ഒരു പേര് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയുന്നത് എന്റെ അമ്മ എന്നെ കാലപാടാന്ന് വിളിക്കും, എന്റെ കൂട്ടുകാരെന്നെ പന്ന വിളിക്കും, ഞാൻ അവരെ തിരിച്ച് പോടാന്ന് വിളിക്കും. നീ എന്നെ തോന്നിയ എന്തുകൊണ്ട് ഇത്? അപ്പം അറിഞ്ഞോണ്ട് ചോദ്യം ചോദിക്കാതെ സമാധാനത്തിൽ ഇരിക്കാന്ന് വെച്ചാൽ അതിന്റെ പുറകിന് പോയി അത് കുത്തി ചോദിപ്പിച്ച് കണസാ ആൻസർ കൊടുത്ത് മൊത്തത്തിൽ നാണക്കേടാക്കി കളഞ്ഞു. എനിക്ക് എന്താന്ന് അറിയത്തില്ല, എന്റെ വീഡിയോ കണ്ടിട്ട് തൂറാൻ മുട്ടുന്നു. എന്താടാ മോനെ നിന്റെ പ്രശ്നം? മനസ്സിൽ എന്തൊക്കെയോ വിഷമം കിടപ്പുണ്ട്, അതെനിക്ക് എന്റെ കണ്ണുകളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തോ പറ്റിയടാ? ശരിക്കും നിനക്ക് ദൂരം മുട്ടുന്നു? 5 മിനിറ്റ് വീഡിയോ എടുത്ത സമയം കൊടുക്കുമല്ലേ ചെറുക്കൻ അപ്പ് ഇടാൻ. അവനെ പിടിച്ച് അപ്പഴേ റീൽസ് എടുക്കാൻ നിർത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഓരോ കാര്യം, ഉമ്മർക്ക് റീൽസ് ഒക്കെയാ വലുത്. കാരണം പൊട്ടിത്തെറിച്ച് മരിച്ചു പോയാലും. മെറൈൻ ഡ്രൈവിന്റെ ഒക്കെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ കണ്ട പെമ്പിള്ളാറ പറയുന്നു കൊത്തി പോകുന്നതിനും പകരം വല്ല പഴങ്ങളോ വല്ല കൊത്തി തിന്നാൻ നോക്കും, പെട്ടെന്ന് ലൂസായിട്ട് ഇറങ്ങിപ്പോവും. ഒന്നും നോക്കിയില്ല, ആന്റി കുടുംബശ്രീക്ക് പോയ സമയത്തിന് സാധനം എടുത്തിട്ട് ഒരു റീലും കാക്കി. ഏതാ മേൽവഴക്കം? സ്ട്രക്ചർ ഇതാ അഴക് റാസാത്തി പൊണ്ടാട്ടി. എൻജോയ് ചെയ്യുന്നുണ്ട്, ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒലിക്ക് പക്ഷെ ആടുന്നില്ല, ആറ്റിറ്റ്യൂഡ്. ഓ പുള്ളിക്കാരെ ഹോട്ടാ, വേറെ മൂടില്ല കേട്ടോ. തന്നെ ചുണ്ടൊക്കെ കടിക്ക് കുടിക്കാൻ എനിക്ക് വയ്യ. ഞാനങ്ങ് മാറ്റുപോയത് പെട്ടെന്ന്. ഇതെന്തുവാ? അവന്റെ ആ 2 ആന്റീനെ കട്ട് ചെയ്ത് കളഞ്ഞാ നേരെ താഴെ വീഴും, ചത്തുപോകും. അങ്ങനെ ഒരു സാധനം ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഈ പാറ്റയ്ക്കും എള്ളിനും ചീവീടിനും ഒക്കെയാ. ഞാൻ ഡയറ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഭയങ്കര ഫാഷനായിട്ട് പാഷൻ ഫ്രൂട്ട് വിത്തൗട്ട് പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നേ. പിന്നെ അതിൻ്റെ കൂടെ ഹണി വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഹണി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു. ബട്ട് നല്ല രസമായിരുന്നു പാഷൻ ഫ്രൂട്ട് വിത്ത് ഹണി. അല്ല ഓക്കെ വിത്തോ ഹണിയോ എന്തോന്ന് വെച്ചാൽ മിക്സ് ചെയ്യുക. ഞങ്ങളെന്താ വേണം ഇതൊക്കെ? എന്തിനാ ഞങ്ങളോട് പറയുന്നു? നിങ്ങളാണ് നിങ്ങളുടെ പാഷൻ ഫ്രൂട്ടിനകത്ത് കുറച്ച് കോൺക്രീറ്റ് കലക്കി കുടിച്ചോ, ഞാൻ ഒന്നും പറയത്തില്ല, എനിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഡിന്നറായിട്ട് ഓർഡർ ചെയ്തത് സാലഡാണ്, ചിക്കൻ എഗ് സാലഡാണ്. പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ ഡിന്നറായിട്ട് ഓർഡർ ചെയ്തത് സാലഡാണ്, ചിക്കൻ സാലഡ്. ഇതിൽ കുറേ
ഫ്രൂട്ട്സ് കട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ലതായിരുന്നു. ഞാൻ കുറെ കാലമായിട്ട് സാലഡ് കഴിക്കാറില്ലായിരുന്നു. കാരണം എനിക്ക് സാലഡിലുള്ള ഈ കയ്പ്പ് അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അയ്യോ, കയ്പായിരുന്നു ഇഷ്ടമല്ലാത്തത്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളെ കൊണ്ടായിരുന്നു ഞാൻ കൂടുതൽ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളുടെ ബീഫും പുട്ടും ഞാൻ എടുത്ത് തട്ടിയായിരുന്നു. ഇതാ പ്രശ്നം. ഇതാ ബീഫും പുട്ടും തട്ടേണ്ട ആൾക്കാരെ കൊണ്ടുവന്ന് സാലഡ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇങ്ങനെ ആവും സൗണ്ട്. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഹണി മിക്സ് ചെയ്ത് കുറെ ആൾക്കാരെ കൊണ്ട് അങ്ങ് തോറ്റു. എന്തുവാ ये बारिश की बूंदों की तरह मैं करता हूँ तुझे महसूस. എനിക്ക് തോന്നുന്നു ആ കാണുന്ന മലമ്പ്രദേശങ്ങളിൽ നമ്മൾ കറങ്ങി നടന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു മയിലിന്റെ വർഗമാണെന്ന് തോന്നിയത്. गवाह ഓക്കെ, തീരുന്നില്ലല്ലോ ഇത്. का इंसाफ तो कलम को बना എന്താ തീരാത്തെ? तुझे बड़ी जिंदगी ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ വികാരം ഇച്ചിരി കൂടുതലാണ്. വികാരങ്ങൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഇനി പഠിക്കാനുണ്ട്. എന്നാലും ചോദിക്കുക, സാധാരണഗതിയിൽ എനിക്ക് നിങ്ങളോട് പറയാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷെ ഞാൻ നിങ്ങളോട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലോ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തുപ്പും. പക്ഷെ ഇത് കുറച്ച് തുപ്പ് കൊണ്ടിട്ട് റെഡി ആവുന്നില്ല. വികാരത്തിന്റെ കളിയാ കേട്ടോ, വികാരത്തിന്റെ എക്സ്പ്രഷത്തിന്റെ കളിയാ മൊത്തം. ഓ ഓ ഓ ഓ ഓ ഡാൻസ് ഒക്കെ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ 50 രൂപയുടെ ഓവർ ആക്ടിങ് ഉണ്ട്. ആ കുന്നും പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഏതോ ഒരു ഗോത്രവർഗത്തിൽ ഒന്നാന്ന് തോന്നിയത്. മനുഷ്യജന്മമൊക്കെയാണ് ഇങ്ങനെ കാണിക്കുമോ? എനിക്ക് തോന്നുന്നില്ല മനുഷ്യജന്മങ്ങളെ കൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന്. പിന്നെ 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 വികാരം. ഓ നല്ലൊരു കൊച്ചായിരുന്നു. ദൈവം അതിന് എല്ലാം കൊടുത്തു ദൈവം. പക്ഷെ ബുദ്ധി കൊടുത്തില്ല. ആ താഴ്വാരത്ത് താമസിക്കുന്നവരാരേലും ഇതുവല്ലോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണൂരി കഴുകി വെക്കേണ്ടി വരും. കൊള്ളാം. പക്ഷെ ഈ ചേച്ചി എങ്ങനെ വിഷമം അഭിനയിക്കും ഇങ്ങനെ സന്തോഷമെങ്കിൽ? ആ ചൂണ്ടിയത് എന്റെ നെഞ്ചിനകത്തേക്കാ ചൂണ്ടിയത്. ഉൾക്കൊള്ളുക, അങ്ങ് ഫീൽ ചെയ്യുക. അതാ ഇങ്ങനെ ഫീൽ ചെയ്യുക. ഇത്രയും വലിയ വികാര ജീവികളെ ഒന്നും ഉൾക്കൊള്ളാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോകാനും വരാനും ഒക്കെ താല്പര്യമുള്ളവർ ആ വിൻ എക്സ്ചേഞ്ച് പോയി ചെക്കൗട്ട് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഐഫോണും BMW ഒക്കെ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് കമന്റ് സെക്ഷനിൽ കാണും. എനിക്ക് ലൈൻ സെറ്റ് ആയോ അതറിയണേ ഇങ്ങോട്ട് പോക്കോ. ശരി, അടുത്ത വീഡിയോ.